തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം തീരാൻ പോകുന്നു. ജില്ലകളിലേക്ക് സമരം കേന്ദ്രീകരിക്കാനാണ് ഇനി ധാരണ. അല്പസമയത്തിനകം നിർണായക പ്രഖ്യാപനം ഉണ്ടാക്കുമെന്ന് സമര നേതാവ് എം.എ. ബിന്ദു പറഞ്ഞു. ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്നില്ല. 21,000 രൂപ ഓണറേറിയവും 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും ലഭ്യമാകുന്നത് വരെ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകും. അത് വ്യത്യസ്തമായ സമരമാർഗങ്ങളിലൂടെ ആയിരിക്കും. ഞങ്ങൾക്ക് ഒരു പൈസ പോലും വർദ്ധിപ്പിച്ച് തരില്ല എന്നല്ലേ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. സംസ്ഥാനമല്ല തരേണ്ടുന്നത്, കേന്ദ്രമാണ് തരേണ്ടുന്നതാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പോരാടി തെരുവിൽ 8.5 മാസം നിന്ന് പോരാടി നേടിയ വിജയം തന്നെയാണ് ഈ 1000 രൂപ എന്നുള്ള വർധനവ്. കാരണം സംസ്ഥാനമാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടുന്നത് എന്ന് ഈ 1000 രൂപയുടെ വർധനമാണെങ്കിൽ ആ വർധനവിലൂടെ സ്ഥാപിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സമരത്തിന്റെ 265-ാം ദിവസമാണ്. സമരം ചെയ്ത് പരിചയമില്ലാത്ത സ്ത്രീകൾ ഫെബ്രുവരി 10-ന് തുടങ്ങിയ സമരം അത് 265-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് സമരം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം അവസാനിപ്പിക്കാൻ ഒരു ധാരണയിലേക്ക് എത്തുന്നത്. അതിന്റെ ഒരു നിർണായക പ്രഖ്യാപനം ഇന്ന് രാവിലെ 8:00 ഉണ്ടാകുമെന്നുള്ളതാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത്. അതിൽ പ്രധാനമായും ഈ സമരപ്പന്തൽ ഇവിടെ തുടരണമോ എന്നുള്ള കാര്യത്തിലാണ് ഇന്ന് 8:00 ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംഘടനാ ഭാരവാഹികളടക്കം പറയുന്നത്. അതിനുശേഷം പലതരത്തിലും, കാരണം ഇവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, പെൻഷൻ നൽകുക എന്നീ വിവിധ ആവശ്യങ്ങളാണ്. അതിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടേതായിട്ട് 1000 രൂപ വർദ്ധിപ്പിക്കുന്ന ഒരു ഓണറേറിയം വർദ്ധിപ്പിച്ചതായി ഒരു പ്രഖ്യാപനം വരുന്നു. പക്ഷേ അത് എത്രയോ ചെറിയ തുക എന്നുള്ളതാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത്. അതിൽ അവർ സംതൃപ്തരല്ല. പക്ഷേ ഈ 1000 രൂപ വർദ്ധിപ്പിച്ചതും ഒരു സമരവിജയമായി കാണുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇനി ഏത് രീതിയിലേക്കുള്ള സമരമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് പ്രധാനമായും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. അത് ജില്ലാ തലത്തിലേക്ക് സമരം വ്യാപിപ്പിക്കണമോ എന്നുള്ള കാര്യത്തിലടക്കം തീരുമാനമുണ്ടാകും. അതിൽ ഈ 1000 രൂപ വർദ്ധിപ്പിച്ചാൽ പോരാ, മറിച്ച് തങ്ങളുടെ സമരാവശ്യം എന്ന് പറയുന്നത് ഓണറേറിയം 21,000 രൂപയാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പെൻഷൻ നൽകുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക. അത് അംഗീകരിച്ചാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പറയുന്നത്. പക്ഷേ സമരത്തിന്റെ രൂപം മാറാൻ തന്നെയാണ് സാധ്യത. നാളെ 266-ാം ദിവസമാണ്. ഇവിടെ ഒരു പ്രതിജ്ഞാ റാലി ഇവിടെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്.